പഴയ ഒരു പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ, പ്രശസ്ത എഴുത്തുകാരൻ ജോനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞത്, അസത്യം പറക്കുമ്പോൾ സത്യം അതിൻ്റെ പിന്നാലെ മുടന്തുകയാണ് ചെയ്യുക. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് യഥാർത്ഥ സംഭവമെന്ന് വിശദീകരിച്ചുകൊണ്ട് സർക്കാർ പത്രക്കുറിപ്പ് ഇറക്കി. പക്ഷേ ആദ്യം പറഞ്ഞ വ്യാജ വാർത്തയുടെ പിന്നാലെ എഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ. എന്താണിതിൻ്റെ ഫലം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്ര സഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി. അതിൻ്റെ ഫലം എന്താ? കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളാകെയും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് കേവലമൊരു വ്യാജ വാർത്താ പ്രചരണമോ മാധ്യമ ധാർമ്മികതയുടെ പ്രശ്നമോ അല്ല എന്ന് പറയേണ്ടി വരുന്നത്. വ്യാജവാർത്തകളുടെ വലിയ പ്രശ്നം നുണകളല്ല, ആ നുണകളുടെ പിന്നിലുള്ള അജണ്ടയാണ്. ആ അജണ്ട നാടിനും നാട്ടിലെ ജനങ്ങൾക്കുമെതിരായുള്ളതാണ്. രാജ്യവും ലോകമാകെയും പ്രകീർത്തിക്കും വിധമാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും എല്ലാ തരത്തിലുള്ള സഹായവും സർക്കാർ ചെയ്തു വരികയുമാണ്. ഇതിനോടകം ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതരായ 131 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം നൽകി. SDRF-ൽ നിന്ന് 4 ലക്ഷം, CMDRF-ൽ നിന്ന് 2 ലക്ഷം വീതമാണ് നൽകിയത്. ഇതിനായി SDRF-ൽ നിന്ന് 5,24 ലക്ഷം രൂപയും CMDRF-ൽ നിന്ന് 2,62 ലക്ഷം രൂപയും ചെലവഴിച്ചു. മരണപ്പെട്ട 173 പേരുടെ സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം നൽകി. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം ആവശ്യമായി വന്ന 26 പേർക്ക് 17,16,000 രൂപ സഹായമായി നൽകി. ഈ 17,16,000-ൽ 4,16,000 രൂപ SDRF-ൽ നിന്നുള്ളതാണ്. ബാക്കി 13 ലക്ഷം CMDRF-ൽ നിന്നുമാണ് അനുവദിച്ചത്. ദുരന്തത്തിൽ പരിക്കേറ്റ് ഒരാഴ്ചയിൽ താഴെ മാത്രം ആശുപത്രിയിൽ കഴിഞ്ഞ 8 പേർക്കായി SDRF-ൽ നിന്ന് 43,200 രൂപയും CMDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയും വീതം അനുവദിച്ചു. ആകെ 4,43,200 രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചു.